വെൽക്കം യു ഓൾ. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ പേരാണ് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കും മുമ്പ് നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് എനിക്ക് രണ്ട് മെട്രിക്സ് A1ഉം A2 ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് കരുതുക. എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ എന്ന് പറയുന്നത്? സപ്പോസ് A1 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡയമെൻഷനാണ് 2/3. അതേപോലെ A2 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡയമെൻഷനാണ് 3/4. ഈ 2/3ഉം 3/4ഉം എന്താണ്? ഒന്നുകിൽ ഇവയെ മെട്രിക്സിൻ്റെ ഡയമെൻഷൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയാം. ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട് എന്നും ആ മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ട് എന്നുമാണ്. ഓക്കെ, അപ്പോൾ രണ്ട് മെട്രിക്സുകളിലും ഉള്ള റോസും കോളംസും എത്ര എന്ന് നമുക്കറിയാം. രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ റൂൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഇങ്ങനത്തെ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? സിമ്പിൾ, ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് റിസൾട്ടൻ്റ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ കിട്ടും. അതായത് 2/4 ആയിരിക്കും റിസൾട്ടൻ്റ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ജനറലി എനിക്ക് എന്ത് പറയാം? എനിക്ക് പറയാം, ഇഫ് വി ആർ ഹാവിങ് ടു മെട്രിസസ് ഓഫ് ഓർഡർ m/n ആൻഡ് p/q, then to multiply these two matrices n and p should be equal. Only then we can multiply these two matrices. And if we are multiplying A1 and A2, the resultant matrix will be of order m/q. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഒരു പ്രോഡക്റ്റ് മെട്രിക്സിനെ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യേണ്ടി വരും എന്നെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അതും കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഡയമെൻഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് ആണ്. നമുക്കതിനെ ഡയമെൻഷൻ 1 എന്ന് വിളിക്കാം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയതുകൊണ്ട് അവർക്ക് രണ്ട് പേർക്കും നമുക്കൊരു കോമൺ ഡയമെൻഷൻ കൊടുക്കാം. ഡയമെൻഷൻ D2 എന്ന് നമുക്കതിനെ വിളിക്കാം. ഇത് ഡയമെൻഷൻ D3. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ 3 വ്യത്യസ്തമായ ഡയമെൻഷൻസ് ആണ് ഉള്ളത്. D1ഉം D2ഉം D3ഉം. ഓർക്കുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ സെയിം ഡയമെൻഷൻ ആണെങ്കിൽ അവയ്ക്ക് ഒരു കോമൺ നെയിം കൊടുത്താൽ മതി. ഇങ്ങനെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻസിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് D1 ഇൻറ്റു D2 ഇൻറ്റു D3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് നീഡഡ് ടു ഒബ്റ്റെയിൻ ദ പ്രോഡക്റ്റ് മെട്രിക്സ് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ D1ൻ്റെ വാല്യൂ 2 ആണ്, D2 3 ആണ്, D3 4 ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു 3 ഇൻറ്റു 4 ചെയ്താൽ മതി. 2 ഇൻറ്റു 3 ഇൻറ്റു 4 എത്രയാണ്? 24 അല്ലേ? 2/3ഉം 3/4 ഓർഡറുമുള്ള രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ 24 മൾട്ടിപ്ലിക്കേഷൻസ് വേണമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്ലിയർ? ഓക്കെ, നമ്മുടെ കയ്യിൽ 3 മെട്രിക്സുകളുണ്ട് എന്ന് കരുതുക. ഈ മെട്രിക്സുകളെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ A1 ഇൻറ്റു A2 ഇൻറ്റു A3 ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ ഇത്, സെക്കൻഡ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ ഇത്, തേർഡ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് D1 എന്ന് മാർക്ക് ചെയ്യാം. ഈ രണ്ട് ഡയമെൻഷൻസ് സെയിം ആയതുകൊണ്ട് നമുക്കതിനെ D2 എന്ന് വിളിക്കാം. ഈ രണ്ട് ഡയമെൻഷൻസ് സെയിം ആയതുകൊണ്ട് നമുക്കതിനെ D3 എന്ന് വിളിക്കാം. ലാസ്റ്റ് ഡയമെൻഷനെ D4 എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ 4 വ്യത്യസ്തമായ ഡയമെൻഷൻസ് ആണ് ഉള്ളത്. ഇങ്ങനത്തെ 3 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് നോക്കാം. ഇപ്പോൾ A1 ഇൻറ്റു A2 ഇൻറ്റു A3 ചെയ്യുമ്പോൾ നമുക്ക് അറ്റ് എ സ്ട്രെച്ച് ഈ 3 മെട്രിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെയോ ഒരു സമയം ഏതെങ്കിലും 2 മെട്രിക്സുകളെ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്നുകിൽ
A2നെയും A3യെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ടിനെ A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ A1നെയും A2നെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ടിനെ A3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രണ്ട് പോസിബിലിറ്റീസാണ് നമ്മുടെ മുൻപിലുള്ളത്. എന്തുകൊണ്ട് A1ഉം A3യും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രോഡക്റ്റിനെ A2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ല? A1ഉം A3യും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? ഇവരുടെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും A1ൻ്റെയും A3യുടെയും ഡയമെൻഷൻസ് മൾട്ടിപ്ലിക്കേഷന് മാച്ചിങ് അല്ല. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. ഒന്നുകിൽ A1നെ A2 A3യുടെ പ്രോഡക്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ A1 A2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രോഡക്റ്റിനെ നമുക്ക് A3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഈ മെത്തേഡ് ഫോളോ ചെയ്യണോ അതോ ഈ മെത്തേഡ് ഫോളോ ചെയ്യണോ? നമുക്കൊന്ന് നോക്കാം. ആദ്യം ഓരോ മെത്തേഡിലൂടെയും മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എത്ര മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ടി വരുന്നു എന്ന് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ് കേസ് 1. കേസ് 1 എന്ന് പറയുന്നത് A1 ഇൻറ്റു A2 ഇൻറ്റു A3 ആണ്. അതായത് A2നെയും A3യെയും മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ആ റിസൾട്ടിനെ A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ടി വരും എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ശരി. ഇതിൽ A2ൻ്റെ ഡയമെൻഷനും A3യുടെ ഡയമെൻഷനും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഈ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ മൊത്തം എത്ര മൾട്ടിപ്ലിക്കേഷൻസ് വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 3 ഇൻറ്റു 4 ഇൻറ്റു 2. 3 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ഇൻറ്റു 2 വിച്ച് ഇസ് 24. 24 മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ടി വരും ഈ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കണ്ടെത്താൻ. ശരി, അപ്പോൾ ഈ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്തു, നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. ആ പ്രോഡക്റ്റിൻ്റെ ഓർഡർ എത്രയാണ്? 3/2. ശരി, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു, പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എഴുതി. ഇനി ഈ പ്രോഡക്റ്റിനെ A1 എന്ന മെട്രിക്സ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലേ? A1ൻ്റെ ഓർഡർ എത്ര? 2/3. ശരി, ഇനി ഈ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ എത്ര മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ടി വരുന്നു നമുക്ക് നോക്കാം. 2 ഇൻറ്റു 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 വിച്ച് ഈസ് 12. മൊത്തം 12 മൾട്ടിപ്ലിക്കേഷൻസ്. അപ്പോൾ ഇവിടെ A3യും A2വും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു 24 മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ടി വന്നു. കിട്ടിയ പ്രോഡക്റ്റിനെ A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വീണ്ടും ഒരു 12 മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ടി വന്നു. അപ്പോൾ മൊത്തം എത്ര മൾട്ടിപ്ലിക്കേഷൻസ് വേണം? 24 + 12 വിച്ച് ഈസ് 36. മൊത്തം 36 മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്താൽ ഈ ഒരു രീതിയിലൂടെ നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ശരി, ഇനി നമുക്ക് കേസ് 2 ഒന്ന് നോക്കാം. എന്താണ് കേസ് 2? A1ഉം A2വും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിനെ A3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ പോകുന്നു. ശരി, A1ൻ്റെ ഓർഡർ എഴുതി, A2ൻ്റെ ഓർഡർ എഴുതി. ഇങ്ങനത്തെ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ മൊത്തം എത്ര മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ടി വരുന്നു നോക്കാം. 2 ഇൻറ്റു 3 ഇൻറ്റു 4 വിച്ച് ഈസ് 6 ഇൻറ്റു 4 24. മൊത്തം 24 മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്താൽ ഈ രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ശരി, അങ്ങനെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? എന്തായിരിക്കും? 2 ഇൻറ്റു 4 ആയിരിക്കും പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ. ഓക്കെ, അപ്പം നമുക്ക് പ്രോഡക്റ്റ് മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ഓർഡറും കയ്യിലുണ്ട്. ഈ പ്രോഡക്റ്റ് മെട്രിക്സിനെ A3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. A3 എഴുതി, A3യുടെ ഓർഡറും എഴുതി. ഇനി ഈ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ എത്ര മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ടി വരും നോക്കാം. 2 ഇൻറ്റു 4 ഇൻറ്റു 2 വിച്ച് ഈസ് 8 ഇൻറ്റു 2 16. 16 മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ഈ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ എനിക്ക് വേണ്ടി വരുന്നത്. അങ്ങനെയെങ്കിൽ മൊത്തം ഈ മൂന്ന് മെട്രിക്സുകളെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എനിക്ക് എത്ര മൾട്ടിപ്ലിക്കേഷൻസ് വേണ്ടി വന്നു? ഇവ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു 24ഉം പിന്നെ പ്രോഡക്റ്റും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു 16ഉം. അങ്ങനെ മൊത്തം 24 + 16 വിച്ച് ഇസ് 40 മൾട്ടിപ്ലിക്കേഷൻസ് ആണ് എനിക്ക് മൊത്തം വേണ്ടി വന്നത്. ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്തപ്പം വെറും 36 മൾട്ടിപ്ലിക്കേഷൻസിൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടി. പക്ഷേ കേസ് 2 ഫോളോ ചെയ്തപ്പോൾ എനിക്ക് 40 മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്താലേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതാ ബെറ്റർ? ഇതല്ലേ ബെറ്റർ. മോർ ദാൻ 2 മെട്രിക്സിൻ്റെ കളക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ചെയിൻ ഓഫ് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ ഈ മെട്രിക്സുകളെ
ഏത് ഓർഡറിൽ സെലക്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മിനിമം മൾട്ടിപ്ലിക്കേഷൻസിലൂടെ ഒരു പ്രോഡക്റ്റിനെ കണ്ടെത്താം എന്ന് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് പറയുന്നു എല്ലാ പോസിബിലിറ്റീസും ട്രൈ ഔട്ട് ചെയ്യുക. അങ്ങനെ ഓരോ പോസിബിലിറ്റിയും എത്ര മൾട്ടിപ്ലിക്കേഷൻസിലൂടെയാണ് പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം ഇതിൽ ഏറ്റവും മിനിമം മൾട്ടിപ്ലിക്കേഷൻസിലൂടെ പ്രോഡക്റ്റ് കണ്ടെത്തുന്ന മെത്തേഡിനെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഇതൊരു ടൈം കൺസ്യൂമിങ് മെത്തേഡായി പോവില്ലേ? ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആദ്യം വളരെ സ്മോളർ വാല്യൂസാണ് കണ്ടുപിടിക്കുക. ഈ സ്മോളർ വാല്യൂസിനെ യൂസ് ചെയ്ത് ലാർജർ വാല്യൂസിനെ കണ്ടുപിടിക്കും. അങ്ങനെ ഓരോ സ്റ്റേജിലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്മോളർ റിസൾട്ട്സിനെ യൂസ് ചെയ്ത് ലാർജർ റിസൾട്ട്സിനെ കണ്ടുപിടിക്കുന്നൊരു മെക്കാനിസമാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായും ഈസിയായും ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമുക്കൊരു ഒപ്റ്റിമൽ റിസൾട്ട് തരുന്നതുമുണ്ട്. ഈ ഒരു മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷനായി ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണിത്. സോ മിനിമം എഫേർട്ടിലൂടെ അല്ലെങ്കിൽ മിനിമം കോസ്റ്റിലൂടെ അതുമല്ലെങ്കിൽ മിനിമം മൾട്ടിപ്ലിക്കേഷൻസിലൂടെ പ്രോഡക്റ്റിനെ കണ്ടെത്താനാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ശ്രമിക്കുന്നത്. കോസ്റ്റ് വാല്യൂസ് കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് C of ij. C of ij is equal to C of ik plus C of k plus 1j plus di minus 1 into dk into dj. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. di minus 1ഉം dkയും djയും എന്ന് പറയുന്നത് ഡയമെൻഷൻസ് ആണ്. k എന്താണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. kയുടെ വാല്യൂ എവിടെ മുതൽ എവിടം വരെയാണ് റേഞ്ച് ചെയ്യുന്നത്? kയുടെ വാല്യൂ i മുതൽ <j വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ i മുതലായിരിക്കണം തുടങ്ങുക. പക്ഷേ <j കെയുടെ വാല്യൂ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. വിച്ച് മീൻസ് ഇപ്പോൾ C of 1,4 എന്നാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ഇവിടെ iയുടെ വാല്യൂ 1ഉം jയുടെ വാല്യൂ 4ഉം ആയതുകൊണ്ട് കെയുടെ വാല്യൂ 1 മുതൽ 3 വരെ പോകാൻ പാടുള്ളൂ. i എന്താണോ ആ വാല്യൂ മുതൽ കെ സ്റ്റാർട്ട് ചെയ്യണം. ജെ എന്താണോ അതിന് തൊട്ട് മുന്നിലത്തെ വാല്യൂവിൽ കെ സ്റ്റോപ്പ് ആവണം. സോ കെ ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം 1 to 3. അങ്ങനെയെങ്കിൽ കെ 1 ആകുന്ന സമയത്ത് ഈ ഇക്വേഷൻ്റെ വാല്യൂ എന്ത് എന്ന് കണ്ടുപിടിക്കുക. പിന്നീട് കെ 2 ആകുന്ന സമയത്ത് ഈ ഇക്വേഷൻ്റെ വാല്യൂ എന്ത് എന്ന് കണ്ടുപിടിക്കുക. അതേപോലെ കെ 3 ആകുമ്പോൾ ഈ ഇക്വേഷൻ്റെ വാല്യൂ എന്ത് എന്നും കണ്ടുപിടിക്കുക. ഈ 3 വാല്യൂസിലും ഏറ്റവും മിനിമം കോസ്റ്റ് കിട്ടിയത് കെയുടെ ഏത് വാല്യൂവിലാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ C of ij എന്ന കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നമ്മൾ 4 മെട്രിക്സുകളെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക. മെട്രിക്സുകൾ A1, A2, A3, A4 എന്നിവയാണ്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ 3/2, സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ 2/4, തേർഡ് മെട്രിക്സിൻ്റെ ഓർഡർ 4/2 ആൻഡ് ഫോർത്ത് മെട്രിക്സിൻ്റെ ഓർഡർ 2/5. 3യെ എനിക്ക് D0 എന്ന് വിളിക്കാം. ഈ 2 ഡയമെൻഷൻസും സെയിം ആയതുകൊണ്ട് അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ഞാൻ D1 എന്ന് വിളിക്കുന്നു. ഇനി ഈ 2 ഡയമെൻഷൻസ് സെയിം ആയതുകൊണ്ട് അവയെ രണ്ടിനെയും കൂടെ ചേർത്ത് ഞാൻ D2 എന്ന് വിളിക്കുന്നു. ഈ 2 ഡയമെൻഷൻസ് സെയിം ആയതുകൊണ്ട് അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ഞാൻ D3 എന്ന് വിളിക്കുന്നു. ലാസ്റ്റ് ഈ ഡയമെൻഷനെ ഞാൻ D4 എന്ന് വിളിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ 5 ഡയമെൻഷൻസാണ് നമുക്കിവിടെ ഉള്ളത്. 4 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ പോസിബിലിറ്റീസിൽ നിന്നും ഏറ്റവും കുറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻസിലൂടെ അല്ലെങ്കിൽ ഏറ്റവും മിനിമം എഫേർട്ടിലൂടെ നമ്മൾ പ്രോഡക്റ്റിനെ കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനായി നമുക്ക് ഈ കണ്ടെത്തുന്ന ഓരോ കോസ്റ്റ് വാല്യൂസിനെയും അല്ലെങ്കിൽ ഓരോ എഫേർട്ട് വാല്യൂസിനെയും സ്റ്റോർ ചെയ്യാൻ ടേബിളുകൾ ആവശ്യമാണ്. നമ്മളിവിടെ 2 ടേബിൾസാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേബിളിനെ ഞാൻ കോസ്റ്റ് മെട്രിക്സ് എന്നും സെക്കൻഡ് ടേബിളിനെ ഞാൻ
കെ മെട്രിക്സ് എന്നും വിളിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെ അറിയും ഈ മെട്രിക്സിൽ എത്ര റോയും എത്ര കോളവും വേണം എന്നുള്ളത്? നമ്മൾ 4 മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് അല്ലേ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് 4x4 മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് 4 റോസ് 4 കോളംസ് ഉള്ള മെട്രിക്സ് ആയിരിക്കണം 2 ടേബിളിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ടേബിൾസ് വരയ്ക്കുക. ടേബിളിന് റോ നമ്പേഴ്സും കോളം നമ്പേഴ്സും 1 to 4 മാർക്ക് ചെയ്യുക. കോസ്റ്റ് മെട്രിക്സിൻ്റെ റോ വാല്യൂസിനെ ഐ യൂസ് ചെയ്തും കോസ്റ്റ് മെട്രിക്സിൻ്റെ കോളം വാല്യൂസിനെ ജെ യൂസ് ചെയ്തുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓരോ തവണ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോഴും ഒന്നിലധികം കെ വാല്യൂസിന് കോസ്റ്റുകൾ ഉണ്ടാവാം. ഇതിൽ ഏത് കെ വാല്യൂവിനാണ് മിനിമം കോസ്റ്റ് കിട്ടുന്നത് എന്ന് കണ്ടെത്തുക. ആ മിനിമം കോസ്റ്റിനെ ടേബിളിൽ സ്റ്റോർ ചെയ്ത ശേഷം കെയുടെ വാല്യൂ, അതായത് ഏത് കെയിലാണോ മിനിമം കോസ്റ്റ് കിട്ടിയത് ആ കെയുടെ വാല്യൂ കെ മെട്രിക്സിൽ സ്റ്റോർ ചെയ്യും. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സ്മോളർ വാല്യൂസ് ആണ് എന്ന് പറഞ്ഞിരുന്നു. സ്മോളർ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നെക്സ്റ്റ് ഹയർ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സ്റ്റേജ് 1ലെ വാല്യൂസ് ആണ്. സ്റ്റേജ് 1ൽ ഏതൊക്കെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്? C(1) മുതൽ C(4) വരെ. അതിനെ ജനറലൈസ് ചെയ്ത് എനിക്കിങ്ങനെ എഴുതാം. C(ij) ഇങ്ങനെ എഴുതിയാൽ ഇതിൽ ജെയുടെ വാല്യൂവിൽ നിന്ന് ഐയുടെ വാല്യൂ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് 1 - 1 ചെയ്താലും 0 കിട്ടും, 2 - 2 ചെയ്താലും 0 കിട്ടും, 3 - 3 ചെയ്താലും 0 കിട്ടും, 4 - 4 ചെയ്താലും 0 കിട്ടും. അപ്പോൾ ഈ എലമെൻറ്റുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേത് എലമെൻ്റ് എടുത്താലും ഇവയുടെ ജെ വാല്യൂവിൽ നിന്ന് ഐ വാല്യൂ സബ്ട്രാക്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ വാല്യൂ 0. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കേണ്ട വാല്യൂസ്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ കണ്ടുപിടിക്കേണ്ട വാല്യൂസാണ് C(1) to C(2) 3 C(3) 4. എന്താണ് ഈ വാല്യൂസിൻ്റെ പ്രത്യേകത? നമുക്ക് നോക്കാം. ഈ 3 കോസ്റ്റ് വാല്യൂസിൽ ഏത് കോസ്റ്റ് വാല്യൂ നിങ്ങൾ എടുത്താലും ഓരോന്നിൻ്റെ ജെയിൽ നിന്ന് ഐയുടെ വാല്യൂ കുറച്ചാൽ നിങ്ങൾക്ക് 1 ആയിരിക്കും കിട്ടുക. ദാറ്റ് മീൻസ് 2 - 1 ചെയ്താലും 1 കിട്ടും, 3 - 2 ചെയ്താലും 1 കിട്ടും, 4 - 3 ചെയ്താലും 1 കിട്ടും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും J - I എന്ന് പറയുന്നത് 1 ആണ്. ഡിഫറൻസ് 1 ആയിരിക്കും. അപ്പോൾ തേർഡ് സ്റ്റേജിലെ വാല്യൂസ് നമുക്കൊന്ന് നോക്കാം. തേർഡ് സ്റ്റേജിൽ C(1) 3 C(2) 4 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കോസ്റ്റ് എടുത്താലും അവിടെ ജെ വാല്യൂവിൽ നിന്ന് ഐ വാല്യൂ സബ്ട്രാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2 ആണ് കിട്ടുക. നോക്കാം. 3 - 1 ചെയ്താലും 2 കിട്ടും, 4 - 2 ചെയ്താലും 2 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ആൻഡ് ജെ എന്ന് പറയുന്നത് 2 ആണ്. ലാസ്റ്റ് സ്റ്റേജ് 4 നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ C(1, 4) ആണ്. ഇവിടെ 4 എന്ന ജെ വാല്യൂവിൽ നിന്ന് ഐ വാല്യൂ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 3 ആണ് കിട്ടുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ J - I വാല്യൂ 0 ആയിരുന്നു, പിന്നെ J - I വാല്യൂ 1 ആയി, പിന്നെ J - I വാല്യൂ 2 ആയി, പിന്നെ J - I വാല്യൂ 3 ആയി. അങ്ങനെ ഓരോ സ്റ്റേജിലും J - I വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സ്റ്റേജ് 1ലെയും 2ലെയും 3ലെയും 4ലെയും ഒക്കെ വാല്യൂസ് ടേബിളിൽ എവിടെയാണ് വരുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. സ്റ്റേജ് 1ൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന എല്ലാ വാല്യൂസും മെയിൻ ഡയഗണലിലെ എലമെൻറ്റുകളായിരിക്കും. സ്റ്റേജ് 2ൽ തൊട്ട് മുകളിലത്തെ ഡയഗണൽ എലമെൻറ്റുകളായിരിക്കും നിങ്ങൾ കണ്ടെത്തുക. അതായത് ഈ 3 ഡയഗണൽ എലമെൻറ്റുകളാണ് സ്റ്റേജ് 2ൽ നിങ്ങൾ കണ്ടെത്തുന്നത്. ഇനി സ്റ്റേജ് 3. സ്റ്റേജ് 3ൽ നിങ്ങൾ ഈ 2 ഡയഗണൽ എലമെൻറ്റുകളായിരിക്കും കണ്ടെത്തുക. ലാസ്റ്റ് സ്റ്റേജിൽ ഈ ഒരു എലമെൻ്റ് ആയിരിക്കും നിങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് സബ് സൊല്യൂഷൻസിനെ കണ്ടെത്തുകയും ഇവ ഉപയോഗിച്ച് ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം സ്റ്റേജ് 1ലെ വാല്യൂസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ C(1) മുതൽ C(4) വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം C(1) വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചത് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? C(ij) = minimum of I less than or equal to k less than j. ഇതിൽ ആദ്യം ഐ എന്ത്, ജെ എന്ത്, കെ എന്ത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, C(1) എന്ന വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഐയുടെ വാല്യൂവും 1 ആണ്,
ജെയുടെ വാല്യൂവും 1 ആണ്. ഓക്കെ, ഐയും ജെയും 1 ആണെന്ന് മനസ്സിലായി. കെയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ് കെയുടെ വാല്യൂ മൂവ് ചെയ്യേണ്ടത്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ജെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് ഐയുടെ പൊസിഷനിൽ 1 എന്നും ജെയുടെ പൊസിഷനിലും 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ രണ്ടിടത്തും 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? കെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂവും 1 ആയിരിക്കണം, അതേസമയം കെ ലെസ് ദാൻ 1 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇതിനെ എനിക്കൊരു ഇൻവാലിഡ് സിറ്റുവേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ എപ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഇൻവാലിഡ് സിറ്റുവേഷൻസ് വരിക? സിമ്പിൾ. ഏതൊക്കെ മൊമെൻറ്റിലാണോ ഐയുടെയും ജെയുടെയും വാല്യൂ ഈക്വലായിട്ട് വരുന്നത് അപ്പോഴൊക്കെ തന്നെ നമുക്ക് ഈ കണ്ടീഷൻ ഇൻവാലിഡായി വരുന്നതാണ്. ഇങ്ങനെ ഇൻവാലിഡ് കണ്ടീഷൻ വന്നാൽ കോസ്റ്റിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിൾ. ആ മൊമെൻറ്റുകളിലൊക്കെ തന്നെ കോസ്റ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ജനറലൈസ് ചെയ്ത് എനിക്ക് പറയാം, സി ഓഫ് ഐ ജെ വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 0 വെൻ എവർ ഐ ഈസ് ഈക്വൽ ടു ജെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സ്റ്റേജ് 1-ൽ കണ്ടുപിടിക്കപ്പെടുന്ന എല്ലാ മെയിൻ ഡയഗണൽ എലമെൻറ്റുകളും 0 ആയിരിക്കും. എങ്കിൽ നമുക്ക് നേരിട്ട് സ്റ്റേജ് 2-ലെ വാല്യൂസ് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ സി ഓഫ് 1 2 കണ്ടുപിടിക്കാൻ പോകുന്നു. ഇതിൽ വ്യക്തമാണ് ഐയുടെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ 2 ആണ്. എങ്കിൽ കെയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വരും? നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. സോ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ജെ എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഈ പൊസിഷനിൽ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ ഇങ്ങനെയാവും. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ 2. ഇതിൻ്റെ അർത്ഥം എന്താണ്? കെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആയിരിക്കണം. ഓക്കെ, കെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആണ്. കെയുടെ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആയിരിക്കണം. ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കെയ്ക്ക് സ്റ്റാർട്ടിംഗ് വാല്യൂവും 1 ആണ്, എൻഡിങ് വാല്യൂവും 1 ആണ്. ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് കെ ഹാസ് ഓൺലി 1 വാല്യൂ. ഇവിടെ ഒരു വാല്യൂ മാത്രമേ കെയ്ക്ക് പോസിബിൾ ആയിട്ടുള്ളൂ അല്ലേ? ശരി, അപ്പോൾ കെയ്ക്ക് പോസിബിളായ ഒരേ ഒരു വാല്യൂ 1 ആയതുകൊണ്ട് ഞാനിവിടെ കെ ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു. സി ഓഫ് ഐ ജെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു. മിനിമം ഓഫ് സി ഓഫ് ഐ കെ പ്ലസ് സി ഓഫ് കെ പ്ലസ് 1 ജെ പ്ലസ് ഡി ഓഫ് ഐ മൈനസ് 1 ഇൻറ്റു ഡി കെ ഇൻറ്റു ഡി ജെ. ഈ ഇക്വേഷനിൽ ഐയുടെയും ജെയുടെയും കെയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വാല്യൂസ് കണ്ടെത്താവുന്നതാണ്. നോക്കാം. അപ്പോൾ കെ 1 ആകുന്ന സമയത്ത് കോസ്റ്റ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ സി ഓഫ് ഐ കെ എന്നാണ്. സോ ആദ്യം ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പിന്നെ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്ലസ് സി ഓഫ് കെ പ്ലസ് 1 ജെ എന്നാണ്. കെ 1 ആണെങ്കിൽ കെ പ്ലസ് 1 2 ആയിരിക്കും. ജെ ഓൾറെഡി 2 ആണെന്ന് നമുക്കറിയാം. സോ സി ഓഫ് കെ പ്ലസ് 1 ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഡി ഐ മൈനസ് 1. ഐ 1 ആണെങ്കിൽ ഐ മൈനസ് 1 0 ആണ്. സോ ഡി ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഡി 0. പിന്നെ ഡി കെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഡി കെ ഡി 1 ആയി മാറുന്നു. ലാസ്റ്റ് ഡി ജെ എന്നാണ്. ജെയുടെ വാല്യൂ 2 ആയതുകൊണ്ട് ഡി ജെ ഡി 2 ആയി മാറുന്നു. അങ്ങനെ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ റിസൾട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മിനിമം ഓഫ് 0 + 0 + 3 × 2 × 4 എന്നാണ്. ഈ സീറോസ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സി ഓഫ് 1 1ഉം സി ഓഫ് 2 2ഉം മെയിൻ ഡയഗണൽ എലമെൻറ്റുകളായതുകൊണ്ട് രണ്ടുപേരുടെയും വാല്യൂസ് 0 ആണ്. സോ മൾട്ടിപ്ലൈയിങ് ദീസ് 3 ഫാക്ടേഴ്സ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് 24. അങ്ങനെ എനിക്ക് കിട്ടുന്നു കോസ്റ്റ് ഓഫ് 1 2 സി ഓഫ് 1 2 ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ മിനിമം കോസ്റ്റ് 24 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ആ സമയത്ത് കെയുടെ വാല്യൂ എന്തായിരുന്നു? 1. നമുക്ക് ഈ വാല്യൂസ് മെട്രിക്സുകളിൽ സ്റ്റോർ ചെയ്യാം. സി ഓഫ് 1 2 24 ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ സി ഓഫ് 1 2ൻ്റെ കോസ്റ്റ് സ്റ്റോർ ചെയ്യുകയും ഈ മിനിമം കോസ്റ്റ് കിട്ടിയപ്പോൾ കെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് കെ മെട്രിക്സിൻ്റെ അതേ പൊസിഷനിൽ 1 എന്ന് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം കെ 1 ആയിരുന്നപ്പോഴാണ് എനിക്ക് മിനിമം കോസ്റ്റായ 24 കിട്ടിയത്. ഇനി ഇതേപോലെ ഈ ഡയഗണലിലെ മറ്റ് 2 എലമെൻറ്റുകളായ സി 2 3ഉം സി 3 4ഉം കണ്ടുപിടിക്കണം. ശരി, സി ഓഫ് 2 3 കണ്ടുപിടിക്കണമെങ്കിൽ ഐയുടെ വാല്യൂ 2 ജെയുടെ വാല്യൂ 3. ശരി, നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. നമുക്ക് ഈ ഭാഗമാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് കണ്ടീഷൻ ഇങ്ങനെയാണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ജെ എന്നാണ്. ഇവിടെ
2 എന്നും ഈ പൊസിഷനിൽ 3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? 2 ≤ k <3. ഇതിൻ്റെ അർത്ഥം കെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 2 ആയിരിക്കണം. എന്നിട്ട് കെയുടെ എൻഡിങ് വാല്യൂ <3 ആയിരിക്കണം. <3 എന്ന് പറഞ്ഞാൽ 2. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് വാല്യൂവും 2 ആണ്, എൻഡിങ് വാല്യൂവും 2 ആണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും കെക്ക് ഒരേ ഒരു പോസിബിൾ വാല്യൂ മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് 2. ഓക്കെ, ശരി. അപ്പോൾ C(3) കണ്ടുപിടിക്കാൻ പോകുന്നു. കണ്ടീഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. കെക്ക് ഒരു പോസിബിൾ വാല്യൂവേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി. ഇനി k 2 ആകുന്ന സമയത്ത് ഇക്വേഷൻ്റെ വാല്യൂ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം C(ik) പ്ലസ് C(k+1j) പ്ലസ് di-1 ഇൻറ്റു dk ഇൻറ്റു dj. എല്ലാ പൊസിഷൻസിലും കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയത് 16 എന്നാണ്. വിച്ച് മീൻസ് C(2)(3) ഈസ് 16. മിനിമം കോസ്റ്റ് 16 എന്നാണ് എനിക്ക് കിട്ടിയത്. ആ സമയത്ത് കെയുടെ വാല്യൂ 2 ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് മെട്രിക്സിൽ സ്റ്റോർ ചെയ്യാം. C(2)(3) 16 എന്നാണ് നമുക്ക് കിട്ടിയത്. ഈ മിനിമം കോസ്റ്റ് കിട്ടിയപ്പോൾ കെയുടെ വാല്യൂ 2 ആയിരുന്നതുകൊണ്ട് കറസ്പോണ്ടിങ് പൊസിഷൻ ഇൻ ദ കെ മെട്രിക്സിൽ ഞാൻ 2 എന്ന് സ്റ്റോർ ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥം k 2 ആയിരുന്ന സമയത്താണ് എനിക്ക് 16 എന്ന മിനിമം കോസ്റ്റ് കിട്ടിയത്. ഓക്കെ, ഇതേപോലെ നമ്മൾ ഈ ഡയഗണൽ എലമെൻ്റായ C(3), 4ൻ്റെ വാല്യൂവും കണ്ടെത്തുന്നു. നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കിയത്? സ്റ്റേജ് 1-ൽ നമ്മൾ C(i)j വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്കവിടെ ഒരു k വാല്യൂ പോലും കിട്ടിയില്ല. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് k വാല്യൂസ് 0 ആയിരുന്നു. സ്റ്റേജ് 2-ലെ വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരേ ഒരു k വാല്യൂ മാത്രമാണ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, സ്റ്റേജ് 3-ൽ നിങ്ങൾ C(i)j വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ തവണയും നിങ്ങൾക്ക് ഈ 2 k വാല്യൂസ് വീതം കിട്ടുന്നതാണ്. എങ്കിൽ സ്വാഭാവികമായും തൊട്ടടുത്ത സ്റ്റേജിൽ നിങ്ങൾ C(i)j കണ്ടുപിടിക്കുമ്പോൾ അവിടെ 3 k വാല്യൂസ് ഉണ്ടാകും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? k വാല്യൂസ് ഒന്നും ഇല്ല എങ്കിൽ C(i)j വാല്യൂസ് 0 ആണെന്ന് മനസ്സിലാക്കി. ആകെ ഒരു k വാല്യൂവേ ഉള്ളൂ എങ്കിൽ ആ k വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് ആയിരിക്കണം നമ്മൾ മെട്രിക്സിൽ എൻ്റർ ചെയ്യേണ്ടത്. 2 k വാല്യൂസ് ഉണ്ട് എങ്കിൽ ഇതിലെ ഏത് k വാല്യൂവിനാണ് ഏറ്റവും മിനിമം കോസ്റ്റ് എന്ന് കണ്ടുപിടിക്കുക. ഇനി 3 k വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ 3-ലും മിനിമം കോസ്റ്റ് തരുന്ന k വാല്യൂ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സ്റ്റേജ് 3-ലെ C(1)(3) എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാം. C(1)(3) ആകുന്ന സമയത്ത് iയുടെ വാല്യൂ 1ഉം jയുടെ വാല്യൂ 3ഉം ആയതുകൊണ്ട് നമ്മുടെ കണ്ടീഷൻ എങ്ങനെയായി മാറും? മിനിമം ഓഫ് i < k j എന്നുള്ളിടത്ത് iയുടെ സ്ഥാനത്ത് 1ഉം വരും, jയുടെ സ്ഥാനത്ത് 3ഉം വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? 1 < k 3 എന്നായി. ഇതിൻ്റെ അർത്ഥം എന്താ? കെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആണ്, എന്നാൽ കെയുടെ എൻഡിങ് വാല്യൂ എന്ന് പറയുന്നത് <3 ആയിരിക്കണം. <3 എന്ന് പറഞ്ഞാൽ എന്താ? <3 എന്ന് പറഞ്ഞാൽ k = 2. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് വാല്യൂ ഓഫ് k 1ഉം എൻഡിങ് വാല്യൂ ഓഫ് k 2ഉം ആകാം. എന്ന് വെച്ചാൽ കെക്ക് 2 വാല്യൂസ് പോസിബിൾ ആണ്. k 1ഉം ആകാം 2ഉം ആകാം. ശരി, നമ്മൾ പറഞ്ഞതും അത് തന്നെയല്ലേ? ഓരോ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ പോസിബിൾ വാല്യൂസ് ഓഫ് k കൂടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? ശരി, അപ്പോൾ ഇവിടെ കെക്ക് 2 വാല്യൂസ് ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് k 1ഉം ഒന്ന് k 2ഉം. ഓക്കെ, അപ്പോൾ കെയുടെ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ശരി, ഓക്കെ. അപ്പോൾ k 1 ആകുന്ന സമയത്ത് C(i)jയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. സിമിലർലി k 2 ആകുന്ന സമയത്ത് C(i)jയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഈ 2 ഇക്വേഷൻസിൻ്റെയും വാല്യൂ സോർട്ട് ഔട്ട് ചെയ്യുന്നു. സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് k 1 ആകുന്ന സമയത്ത് C(i)jയുടെ വാല്യൂ 28 എന്നും അതേസമയം k 2 ആകുന്ന സമയത്ത് C(i)jയുടെ വാല്യൂ 48 എന്നുമാണ്. അതായത് 2 k വാല്യൂസിലും ഡിഫറെൻറ്റ് കോസ്റ്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലെ മിനിമം കോസ്റ്റ് ഏതാണ്? 28. ശരി, മിനിമം കോസ്റ്റ് കിട്ടിയത് kയുടെ ഏത് വാല്യൂവിനാണ്? 1. ശരി, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? C(1)(3)യുടെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ 2 k വാല്യൂസ് കിട്ടുകയും ഇതിൽ
K1 ആയിരുന്ന സമയത്ത് മിനിമം കോസ്റ്റ് 28 എന്നാണ് നമുക്ക് കിട്ടിയത്. ഈ രണ്ട് വാല്യൂസ് നമുക്ക് കറസ്പോണ്ടിങ് മെട്രിക്സിലേക്ക് സ്റ്റോർ ചെയ്യാം. C(1,3)യുടെ വാല്യൂ നമ്മൾ ഈ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുകയും ആ വാല്യൂ കിട്ടിയ സമയത്ത് കെയുടെ വാല്യൂ എന്തായിരുന്നോ അത് കറസ്പോണ്ടിങ് കെ മെട്രിക്സിൻ്റെ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ആ സ്റ്റേജിലെ എല്ലാ എലമെൻറ്റുകളും നമ്മൾ കണ്ടെത്തും. ഫൈനലി തൊട്ടടുത്ത സ്റ്റേജിലെ എലമെൻ്റായ C(1,4)ൻ്റെ വാല്യൂവും ഇതേപോലെ കണ്ടെത്തുക. ഓർക്കുക, C(1,4) എന്ന നെക്സ്റ്റ് സ്റ്റേജിലെ വാല്യൂ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ കെയ്ക്ക് 3 പോസിബിൾ വാല്യൂസ് ഉണ്ടാകാം. കെയുടെ ഓരോ വാല്യൂസിനുമുള്ള കോസ്റ്റ് കണ്ടെത്തുക. അതിലെ മിനിമം കോസ്റ്റ് ഏതാണോ അതാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഈ മിനിമം കോസ്റ്റ് കിട്ടുന്ന സമയത്ത് ഏത് കെ വാല്യൂവിനാണ് നമുക്ക് മിനിമം വാല്യൂ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ കെ വാല്യൂ ആണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. സോ യൂസിങ് ദ സെയിം ഇക്വേഷൻ നമ്മൾ രണ്ട് മെട്രിക്സുകളുടെയും വാല്യൂസ് കണ്ടെത്തുക. ഇങ്ങനെ നമ്മൾ കണ്ടെത്തിയ കോസ്റ്റ് മെട്രിക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് കെ മെട്രിക്സ് ആണ് ഈ കാണുന്നത്. കോസ്റ്റ് മെട്രിക്സിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ 58 എന്ന വാല്യൂ ആണ് കിടക്കുന്നത്. 58 എന്ന ഈ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 4 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ മിനിമം 58 മൾട്ടിപ്ലിക്കേഷൻസ് ആവശ്യമാണ് എന്നർത്ഥം. ഓക്കെ, മിനിമം 58 മൾട്ടിപ്ലിക്കേഷൻസ് ആണ് വേണ്ടുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഈ മെട്രിക്സുകളെ ഏത് ഓർഡറിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും? അതിനാണ് നമ്മൾ കെ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. കെ മെട്രിക്സിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റോയിലെ വാല്യൂസ് ആണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. എങ്ങനെ എന്ന് നോക്കാം. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വാല്യൂസ് എടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആദ്യം നമുക്ക് ഈ വാല്യൂ എടുക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കാം. നമുക്കുണ്ടായിരുന്നത് 4 മെട്രിക്സുകളാണ്, A1, A2, A3 ആൻഡ് A4. ഈ 4 മെട്രിക്സുകളിൽ 3 എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ 3 മെട്രിക്സുകളെ നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം ഈ 3 പേരുടെയും പ്രോഡക്റ്റ് കണ്ടുപിടിച്ച ശേഷം ആ പ്രോഡക്റ്റിനെ മാത്രമേ നിങ്ങൾക്ക് A4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, അത് മനസ്സിലായി. പക്ഷേ ഈ 3 പേരിൽ ആദ്യം ഏത് 2 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യും? അതെങ്ങനെ അറിയും? അതിനായി തൊട്ടടുത്ത വാല്യൂ ഉപയോഗിക്കുക. അവിടെ 1 എന്നാണ് കിടക്കുന്നത്. 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ 3 പേരിൽ ആദ്യത്തെ മെട്രിക്സിനെ ഗ്രൂപ്പ് ചെയ്യുക, അതായത് സെപ്പറേറ്റ് ചെയ്യുക എന്നർത്ഥം. ശരി, ആദ്യത്തെ മെട്രിക്സിനെ സെപ്പറേറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നിങ്ങൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് A2വിനെയും A3യെയുമാണ്. അതുകൊണ്ടാണല്ലോ A1നെ സെപ്പറേറ്റ് ഇട്ടത്. A1 സെപ്പറേറ്റ് കിടന്നാൽ അതിൻ്റെ അർത്ഥം സ്വാഭാവികമായും A2ഉം A3യുമാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ശരി, അപ്പോൾ E1 എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? E1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ 2 മെട്രിക്സുകളിൽ നിന്ന് നിങ്ങൾ ആദ്യം A2വിനെ ഗ്രൂപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യം A2 എടുക്കുക, അതിനുശേഷം അതിനെ A3യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കിട്ടും. ഈ കിട്ടിയ പ്രോഡക്റ്റിനെ നിങ്ങൾ A1ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് പുതിയൊരു പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റിനെ നിങ്ങൾ A4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഓർഡർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കെ മെട്രിക്സിൻ്റെ ടോപ്പ് മോസ്റ്റ് റോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഓർഡറിൽ മെട്രിക്സുകളെ പാരാന്തസൈസ് ചെയ്യണം എന്നാണ് ഈ വാല്യൂസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒന്നിലധികം പോസിബിലിറ്റീസ് ഉള്ളപ്പോൾ ഏത് പോസിബിലിറ്റിയിലൂടെ മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ മിനിമം മൾട്ടിപ്ലിക്കേഷൻസിലൂടെ പ്രോഡക്റ്റിനെ കണ്ടെത്താമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. Thank you.